ഹലോ, നമുക്കിന്ന് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ നോക്കാം. പ്രഗ്നൻസി കാലയളവിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നട്ടെല്ലിനോട് അടുപ്പിച്ചിട്ടുള്ള ലിഗമെന്റ്സിന് ലാക്സിറ്റി സംഭവിക്കുന്നു, അതായത് അയവ് സംഭവിക്കുന്നു. ഡെലിവറിക്ക് ശേഷം ഈ ലിഗമെന്റ്സ് ഇങ്ങനെ ലൂസായി നിൽക്കുന്നതിന്റെ പേരിൽ നട്ടെല്ലിന്റെ ജോയിന്റ്സിനെ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരികയും ഈ പണി നമ്മുടെ മസിൽസ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അങ്ങനെ മസിൽസിന് അനാവശ്യമായിട്ടൊരു സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. ഇതാണ് നമ്മളെ ബാക്ക് പെയിനുള്ള കാരണം. പിന്നെ കൂടാതെ നമ്മൾ കാൽഷ്യം കുറവ് ശരീരത്തിലുണ്ടെങ്കിലും ഇതുപോലെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. സോ പ്രഗ്നൻസിയിൽ മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞും മുലയൂട്ടുന്ന അമ്മമാര് കാൽഷ്യം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി മുടി കൊഴിച്ചിലിന്റെ കാര്യം. ഇതേപോലെ പ്രഗ്നൻസിയിൽ നമ്മളെ ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസിന്റെ അളവ് വളരെ ഹൈ ലെവൽസിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് മുടി കൊഴിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില രീതിയിൽ എനീമിയ, രക്തക്കുറവ്, കാൽഷ്യം കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട്, എന്നാലും ജനറലി ഉണ്ടാവില്ല. ഡെലിവറിക്ക് ശേഷം ഈ മറു ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് പെട്ടെന്ന് ഇങ്ങനെ ഡ്രോപ്പ് ആവുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗ്രാജുവലി ഹോർമോൺസ് നന്നായിട്ട് കുറഞ്ഞു വരും. അന്നേരം മുടി കൊഴിച്ചിൽ പയ്യെ ഇങ്ങനെ പൊങ്ങി വരും. ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങള്, കുഞ്ഞ് മുഖത്തൊക്കെ ചിരിക്കാനാകുമ്പോഴേക്കും മുടി നന്നായിട്ട് കൊഴിയുന്നു. അപ്പൊ അതിന്റെ ബാക്കിലുള്ള സയന്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിനുള്ള കാരണം. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒരുവിധം എല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കും അല്ലേ?